ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഒരു സൈഡ് വേൾഡ് സെഷനായിരുന്നു. ഒരു എൻഡിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 2:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നല്ലൊരു ഷാർപ്പ് ഗെയിനോടുകൂടി മാർക്കറ്റ് എൻഡ് ആവുകയാണ് ഉണ്ടായത്. 10,752 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,933 വരെ ഹൈ പോയി. തുടർന്ന് 10,901 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. നിഫ്റ്റിയിൽ ഏകദേശം 161 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് റിപ്പോർട്ട് ചെയ്തത്. സെൻസെക്സിൽ ഏകദേശം 548 പോയിൻറ്റ്സിൻ്റെ ഗെയിനും റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഭാരത് പെട്രോളിയം, ONGC, ഭാരതി ഇൻഫ്രാട്രൽ, റിലയൻസ് ഇവരായിരുന്നു നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ IT സെക്ടർ മാത്രമായിരുന്നു ഇന്ന് ഒരു ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ പ്ലോട്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഹാമർ പാറ്റേൺ, അതേ തുടർന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇത് നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് 10,850 എന്നുള്ള റെസിസ്റ്റൻസിനൊക്കെ ബ്രേക്ക് ചെയ്ത് 10,900 മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് എൻഡായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിഗ്നൽ കാണിച്ചതിന് ശേഷം പിന്നീട് ഒരു കൺസോളിഡേഷൻ, പിന്നീട് ഒരു ബുള്ളിഷ്, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ, പിന്നീട് ഒരു റൈസ്, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ. ഇങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പം കുറച്ച് ഒരു മെയ് അവസാനം തൊട്ട് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു പാറ്റേൺ. അപ്പം ഇതിപ്പോൾ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഉള്ളൊരു റൈസ് പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 10,800, 10,900 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഡെയിലി ചാർട്ടിൽ മാത്രമല്ല, നമ്മളിപ്പം ഈ ഒരു വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച ഒരു ഹാമർ ലൈക്ക് പാറ്റേൺ ആണ് ഈ ഒരാഴ്ചയും ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു റേഞ്ചിലൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് മാർക്കറ്റ് നിലനിൽക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ അഞ്ചാഴ്ചത്തെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് പാറ്റേണാണ് നിൽക്കുന്നത്. അത് ഇപ്പോൾ ഒരു മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് 10,570, 10,600 ആ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ടും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു 150-200 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ 52 വീക്ക് ഹൈ ടച്ചായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഇൻഫോ എഡ്ജ്, സിപ്ല, കോറമാൻഡൽ ഇന്റർനാഷണൽ, ഇപ്ക ലബോറട്ടറീസ്, ബ്രിട്ടാനിയ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അലംബിക് ഫാർമ, ഗ്രാനുവൽസ് ഇന്ത്യ, ലാറോസ് ലാബ്. ഗ്രാനുവൽസ് ഇന്ത്യ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ 52 വീക്ക് ഹൈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുക. അതുമാത്രമല്ല ഇവരിപ്പോൾ കൊടുത്ത റിസൾട്ട്സും നല്ലൊരു റിസൾട്ടാണ് ഇവരിപ്പോൾ അനൗൺസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. വീണ്ടും ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ 277 മുകളിൽ ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റാലിയോ അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് വോളിയത്തിൽ ഇൻക്രീസിലൊക്കെ വന്ന സ്റ്റോക്കുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്ന് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ട്രേഡിങ്ങിലേക്കുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റിൽ ഇന്നലൊരു നെഗറ്റീവായിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു US മാർക്കറ്റിൽ കണ്ടത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്നൊരു ഫ്ലക്ച്വേറ്റിംഗ്, അതായത് പോസിറ്റീവിനും ഗെയിൻസിനും ലോസിനും ഇടയിലുള്ള ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റിനാണ് കാണുന്നത്. കാരണം ആ ഒരു സ്റ്റിമുലസ് ഹോപ്പുകളാണ് മാർക്കറ്റിനെ മുമ്പോട്ട് നയിക്കുന്നത്. എന്നിരുന്നാലും ബാക്കിയുള്ള കാരണങ്ങളെല്ലാം, കൊറോണ കേസസ് എല്ലാം തന്നെ മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രെൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി 16 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് ഒരു 61 പോയിൻറ്റ്സ് അപ്പിലും ക്രൂഡ് ഓയിൽ 25 പോയിൻറ്റ്സ് ഡൗണിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി കറൻസിയിൽ ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിൻ ഉണ്ടായിരുന്നു. 17 പൈസ ഉയർന്ന് 75.02 ഡോളറിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇന്ന് രൂപ എൻഡായത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ 1091 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്നലെ 1659 കോടിയുടെ നെറ്റ് പർച്ചേസ് ആയിരുന്നു അവർക്ക് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമയൊക്കെ ആയിരുന്നു ഈ ഒരാഴ്ച ടോപ്പ് പെർഫോമറായിട്ട് നിന്നത് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ റിയാലിറ്റിയും ബാങ്കിങ് സെക്ടറൊക്കെ ആയിരുന്നു ടോപ്പ് ലോസേഴ്സായിട്ടും ഈ ഒരാഴ്ച മാർക്കറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ലോണിലുള്ള മൊറട്ടേറിയ നമ്മൾ കണ്ടിന്യൂസ് ആയിരുന്നു. ഓഗസ്റ്റ് 31 വരെ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പം ഈ ഒരു മണി കൺട്രോളിൽ വന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഡിസംബർ എൻഡ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഡിസ്കഷൻസ് RBI ആയിട്ട് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നൊരു റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ന്യൂസുകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി S&P ഇന്ത്യൻ ബാങ്കുകളുടെ NPA, നോൺ പെർഫോമിംഗ് അസറ്റൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 14% ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 8.5% ആയിരുന്നു.
അടുത്തതായിട്ട് ICRI റേറ്റിംഗ് ഏജൻസി ഇവർ ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റിനെ വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ളത്. ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന ആ ഒരു കൊറോണ കേസസും അതുപോലെ തന്നെ പല പല സിറ്റികളിലും കൂടി വരുന്ന ലോക്ക്ഡൗൺസും, അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ GDPയുടെ കോൺട്രാക്ഷൻ 9.5% ആയിരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ എസ്റ്റിമേറ്റ് ചെയ്തത് 5% കോൺട്രാക്ഷൻ ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുക എന്നാണ്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ന്യൂസ് മാർക്കറ്റിൽ അധികമായിട്ട് പ്രതിഫലനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങുകയും അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്ത ടോപ്പ് 30 സ്റ്റോക്കുകളാണ്. ഇത് മണി കൺട്രോളിൽ വന്നൊരു റിപ്പോർട്ടാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ HDFC AMC, പിരമൽ ഇൻഡസ്ട്രീസ്, അദാനി ട്രാൻസ്മിഷൻ, SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, ഈ ഒരു കമ്പനികളിലായിരുന്നു മ്യൂച്വൽ ഫണ്ട്സ് ടോപ്പായിട്ടുള്ളൊരു ബൈയിങ് നടത്തിയത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബൈ നടത്തിയ സ്റ്റോക്കുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് യെസ് ബാങ്കിൻ്റെ FPOയുടെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന് സബ്സ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ 71% സബ്സ്ക്രിപ്ഷനാണ് ഇതുവരെ നടന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ആൾക്കാരിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ല എന്ന രീതിയിലാണ് ഈ ഒരു FPOയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് കാഡില ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പോസിറ്റീവ് ന്യൂസുകളുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊറോണയ്ക്ക് അഗൻസ്റ്റായിട്ട് കണ്ടുപിടിച്ച വാക്സിൻ സൈക്കോവ്-D അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ phase 1 അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ phase 2 phase 1 ഒക്കെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർ ഈ ഒരു മെഡിസിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് DCGIൻ്റെ ഭാഗത്ത് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എല്ലാം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ 2021 ആദ്യ പകുതിയോടുകൂടി മാർച്ചോടുകൂടി തന്നെ അവർ ഇത് മാർക്കറ്റിൽ ഇറക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതാണ് ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകൾ. അടുത്തതായിട്ട് കാഡില ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗിലിയാഡ് സയൻസിൽ നിന്ന് ഒരു ലൈസൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിലിയാഡ് സയൻസ് വികസിപ്പിച്ചെടുത്ത് ആ ഒരു കൊറോണയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ്റെ മാനുഫാക്ചറിങ്ങിനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് ആദ്യ പകുതിക്കുള്ളിൽ തന്നെ ഈ ഒരു മെഡിസിൻ ലോഞ്ച് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് അവരിപ്പോൾ അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു അപ്രൂവൽ DCGIൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പം അണ്ടർ റിവ്യൂവിലാണ് എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു അപ്രൂവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഏകദേശം 3 മുതൽ 4 ലക്ഷം ഡോസുകൾ വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചെയർമാൻ്റെ അപ്ഡേറ്റുകളിൽ പറയുന്നത്. ഇനിയൊരു വേറൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെക്സിക്കോയിൽ കൊറോണയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് ഈ മാസം രോഗികളിൽ ടെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് അപ്ഡേറ്റുകളിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിനെ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അപ്പോൾ നല്ല നല്ല അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ നല്ല നല്ല പ്രോഗ്രസ്സുകൾ ഇവരുടെ ഒരു വാക്സിനുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇവർ നിലനിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ HCL ടെക്നോളജീസിൻ്റെ റിസൾട്ട്സിൽ 7.4% ഡിക്ലൈനാണ് ഡോളർ റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും 7.3% ഡിക്ലൈനാണ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഇവർക്കുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഇനി വരുന്ന ഒരു 2-3 ക്വാർട്ടറിൽ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. ഏകദേശം 1.5 മുതൽ 2.5% ഇടയിലുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും ഈ വരുന്ന 2-3 ക്വാർട്ടറുകളിൽ ഉണ്ടാവുക എന്നാണ് അവരുടെ അപ്ഡേറ്റുകളിൽ പറയുന്നത്. അടുത്തതായിട്ട് ബ്രിട്ടാനിയയുടെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 27% വർധനവും ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം വർധനവ് ഉണ്ടായതായിട്ടാണ് അവർ കാണിക്കുന്നത്. അത് പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് കോസ്റ്റ് കട്ടിംഗ് ആണ് ഇതിന് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഫിറ്റ് കൊടുക്കാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ എബിഡയിലും 82% വർധനവ് ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഗ്രാനുൾസ് ഇന്ത്യയുടെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 24% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവും എബിഡയിൽ 55% വർധനവും ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല ഇവർ ഏകദേശം 12.95% ഷെയർസ് പ്ലഡ്ജ് ചെയ്തത് അത് റിലീസ് ചെയ്തു എന്നും പറയുന്നു. ഇപ്പോൾ കറണ്ടായിട്ടും 3.64% ഇക്വിറ്റിയാണ് ഇപ്പോൾ അവർ പ്ലഡ്ജിൽ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഫസ്റ്റ് ഇൻ്ററിം ഡിവിഡൻ്റ് ആയിട്ട് 25 പൈസ പെർ ഷെയറിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർ നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണിത്. അടുത്തായിട്ട് L&T ഫിനാൻസ് ഹോൾഡിങ്ങിൻ്റെ റിസൾട്ട്സ് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 15.7% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 73% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഇവർക്കൊരു എക്സെപ്ഷണൽ ഗെയിനായിട്ട് 225.6 കോടി ഉണ്ടായതായിട്ട് പറയുന്നു. അത് L&T ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള സ്റ്റേക്കുകൾ വിറ്റത് വഴിയായിട്ട് കിട്ടിയതാണ്. അതുമാത്രമല്ല കഴിഞ്ഞ ക്വാർട്ടറിൽ 79% ലോൺസ് മൊറട്ടോറിയത്തിലായിരുന്നു. അതിൽ നിന്നൊരു കുറവ് വന്നതായിട്ട് ഇപ്പം കറണ്ടായിട്ട് 44% ലോണുകളാണ് മൊറട്ടോറിയത്തിലിരിക്കുന്നതാണ് അപ്ഡേറ്റുകളിൽ പറയുന്നത്.
ഇനി ഫാം എക്യുപ്മെൻറ്റ് ഫിനാൻസിംഗ് നോക്കുമ്പോൾ 19% വർധനവുണ്ടായതായിട്ടും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി L&T ടെക്നോളജി സർവീസിൻ്റെ ഏണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 3.9% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 42.5% ഡിക്ലൈനും എബിറ്റയിൽ 24.5% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സെഗ്മെൻറ്റിൽ റവന്യൂവിൽ 13% ഡിക്ലൈനും പ്ലാന്റ് എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിൽ 13% ഡിക്ലൈനും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിൽ 5% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ ഡിവൈസ് സെഗ്മെൻറ്റിൽ റവന്യൂവിൽ 55% വർധനവുണ്ടായതായിട്ടും ടെലികോം ആൻഡ് ഹൈടെക് സെഗ്മെൻറ്റിൽ റവന്യൂവിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ആണ് ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇവർ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ കമ്പനി ഓർക്കസ്ട്ര ടെക്നോളജീസിന് ഏകദേശം $25 മില്യൺ ഒരു ഡീൽ വഴിയായിട്ട് അക്വയർ ചെയ്യുന്നുവെന്നും അവർ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സയൻറ്റിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 7.6% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 76.7% വർധനവും ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഈ നെറ്റ് പ്രോഫിറ്റിനുള്ള പ്രധാന കാരണമായിട്ട് അവർ കാണിക്കുന്നത് അതർ എക്സ്പെൻസസിലും അതുപോലെ തന്നെ എംപ്ലോയി എക്സ്പെൻസസിലൊക്കെ ഉണ്ടായ കുറവുകളാണ്. അതുപോലെ തന്നെ അതർ ഇൻകത്തിൽ വന്ന വർധനവുമാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് കാരണമായി നിന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് അഗ്രോടെക് ഫുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ ക്വാർട്ടറായി കഴിഞ്ഞപ്പോഴത്തേക്കും രാകേഷ് ജുൻജുൻവാലയും അദ്ദേഹത്തിൻ്റെ വൈഫും ഏകദേശം 1.46 ലക്ഷം ഷെയർസ് അവർക്ക് ടോട്ടലായിട്ടുണ്ടായിരുന്ന ഷെയർസിൻ്റെ 1.46 ലക്ഷം ഷെയർസ് അവർ രണ്ടുപേരും ചേർന്ന് ഈ ഒരു ക്വാർട്ടറിൽ വിറ്റു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ മാത്രമല്ല FPIൻ്റെ ഭാഗത്തു നിന്നും അവരും ഈ ഒരു കമ്പനിയിൽ സ്റ്റോക്ക് റിലീസ് ചെയ്തു എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് അവർ FPIൻ്റെ ഭാഗത്ത് 8.58% ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 8.48% ആയിട്ട് കുറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും പൊറിഞ്ചുവെളിയത്തും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സും അവർക്ക് ഈ കമ്പനിയുടെ സ്റ്റേക്കുകൾ അതേപോലെ തന്നെ തുടരുന്നുവെന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു. അടുത്തതായിട്ട് ഓറിയൻറ്റ് ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈജീൻ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ അതിനായിട്ട് UV സാനിടെക് എന്നൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അത് പ്രധാനമായിട്ടും ഈ ഒരു കൊറോണയുടെ ഒരു കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സാനിറ്റൈസേഷനൊക്കെ ആയിട്ട് ഒരു സാനിറ്റൈസേഷൻ ചേമ്പറാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാനിറ്റൈസേഷൻ ചേമ്പർ വഴിയായിട്ട് അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് വൈറസിനെയും കൊറോണ വൈറസ് അടക്കമുള്ള വൈറസുകളെയും ബാക്ടീരിയയെയും ഒക്കെ കില്ല് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവരുടെ അപ്ഡേറ്റുകളിൽ പറയുന്നത്. ഇനി ഇന്നലെ എക്കണോമിക് ടൈംസിൽ വന്നൊരു ന്യൂസായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ഫ്യൂച്ചർ റീറ്റെയിലിലെ സ്റ്റോക്കുകൾ അക്വയർ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നു എന്ന രീതിയിലൊരു ന്യൂസ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ ഭാഗത്ത് വന്ന ക്ലാരിഫിക്കേഷൻ നോക്കുമ്പോൾ ഇനിയും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇതൊരു ഓതറൈസ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് അല്ല. അപ്പോൾ ഇവരിനിയും ഈ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു കൺഫർമേഷൻ ആയിട്ടില്ല എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങളും ഈ ഒരു ന്യൂസുകളൊക്കെ എന്ന് വെച്ചാൽ സ്റ്റോക്കുകളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുമാത്രമല്ല നിഫ്റ്റിയിൽ ഇപ്പോൾ നമ്മൾക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരും ദിവസങ്ങളിലെ മാർക്കറ്റിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു റാലി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.